ലോകത്തിനു വേണ്ടി തൻ്റെ ജീവൻ പൂർണ്ണമായിട്ടും ദൈവം അർപ്പിച്ചതാണ്. അത് നമ്മുടെ മനുഷ്യരുടെ മുഴുവൻ രക്ഷയ്ക്കായിട്ടാണ് കുരിശിലൂടെ അവിടുന്ന് സമർപ്പിച്ചത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ ജീവത്യാഗത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും സ്മരണയിൽ പെരിന്തൽമണ്ണ സെന്റ് അൽഫോൺസ് ദേവാലയത്തിന് കീഴിൽ ദുഃഖവെള്ളി അനുസ്മരണവും നഗരം ചുറ്റി കുരിശിന്റെ വഴിയും നടത്തി. ഇടവകയിലെ അംഗങ്ങളോടൊപ്പം നഗരത്തിലെ നിരവധി വിശ്വാസികളും പങ്കുചേർന്നു. കാൽവരിക്കുന്നിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ കിടന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. യേശു കുരിശു ചുമന്ന് കാൽവരിക്കുന്നിലേക്ക് സ്വയം മരണത്തിലേക്ക് നടന്നെടുത്തത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ജീവത്യാഗത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും സ്മരണയിൽ ഇന്നും ക്രൈസ്തവർ ഉപവസിച്ച് കുരിശിന്റെ വഴി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അൽഫോൺസ് ദേവാലയത്തിന് കീഴിലും ദുഃഖവെള്ളി അനുസ്മരണവും നഗരം ചുറ്റി കുരിശിന്റെ വഴിയും നടത്തി. ക്രിസ്തുവിന്റെ പൊള്ളുന്ന ഓർമ്മകൾക്ക് മുൻപിൽ വിശ്വാസികൾ വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുരിശിന്റെ വഴിയിലൂടെ നടന്നത് വേറിട്ട അനുഭൂതിയേകി. ഇടവക വികാരി ഫാദർ ജിൽസ് കാരിക്കുന്നലിന്റെ നേതൃത്വത്തിലാണ് ദുഃഖവെള്ളി ആചരിച്ചത്. മനുഷ്യരുടെ മുഴുവൻ രക്ഷയ്ക്കായി സമർപ്പിച്ച ഉദ്യാനത്തിലാണ് ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നതെന്ന് ഫാദർ ജിൽസ് കാരിക്കുന്നേൽ പറഞ്ഞു. ലോകം മുഴുവനുള്ള ക്രൈസ്തവര് കർത്താവ് കുരിശിൽ മരിച്ചതിന്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം. കുരിശുമരണം എന്ന് പറഞ്ഞാൽ ലോകത്തിനു വേണ്ടി തൻ്റെ ജീവൻ പൂർണ്ണമായിട്ടും ദൈവം അർപ്പിച്ചതാണ്. അത് നമ്മുടെ മനുഷ്യരുടെ മുഴുവൻ രക്ഷയ്ക്കായിട്ടാണ് കുരിശിലൂടെ അവിടുന്ന് സമർപ്പിച്ചത്. ഈ ലോകത്തിലേക്ക് അവിടുന്ന് കടന്നു വന്നത് തന്നെ മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അവനെ പാപത്തിൻ്റെ എല്ലാ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കി കുരിശിലൂടെയാണ് ഈ രക്ഷ അവിടുന്ന് പൂർത്തിയാക്കിയത്. അതിൻ്റെ അനുസ്മരണമാണ് ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും ക്രൈസ്തവ സമൂഹം ലോകമൊട്ടാകെ ഈ ദിവസം ആചരിക്കുന്നത്. ഈ കുരിശ് മരണത്തിലൂടെ കർത്താവ് വലിയ ഉത്ഥാനത്തിലേക്കാണ് പ്രവേശിച്ചത്. ക്രൈസ്തവ വിശ്വാസികളുടെ മുഴുവൻ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉത്ഥാനമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പെസഹ ആചരിച്ചു. ആ പെസഹ ആചരണം കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയത്തെ തങ്ങൾ ലോകം മുഴുവനും മനുഷ്യരോടൊപ്പം ആയിരിക്കുവാനായി അവിടുന്ന് പൂർണ്ണമായും സജീവനായും സന്നിഹിതനാകുന്ന വിശുദ്ധ കുർബാനായി തീരുന്നതിൻ്റെ ഓർമ്മയാണ്. പിറ്റേ ദിവസം അത് പൂർത്തിയാക്കിയത് കാൽവരിയിലെ മരക്കുരിശിലായിരുന്നു. അത് ഇതിൻ്റെ എല്ലാം പരിസമാപ്തി വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നത് 3-ാം ദിവസമുള്ള അവിടുത്തെ ഉത്ഥാനമാണ്. ഈ ഉത്ഥാനം മനുഷ്യരുടെ മുഴുവൻ രക്ഷയ്ക്കായിട്ട് അവിടുന്ന് സമർപ്പിച്ചു. ആ ഉത്ഥാനത്തിലാണ് ഇന്ന് ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നതും ജീവിക്കുന്നതും. ഇടവകയിലെ 300ഓളം വിശ്വാസികൾ ക്രിസ്തുവിന്റെ പൊള്ളുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനകളുമായി ദേവാലയത്തിൽ സന്നിഹിതരായിരുന്നു. ഫാദർ നോബിൾ മണ്ണാറാത്ത്, കൈക്കാരന്മാരായ ജെയിൻ ആനിക്കൽ, ലിജോ മംഗലശ്ശേരി, ദീപ കോട്ടയിൽ, ജോയി പുന്നയ്ക്കത്തടം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.